ടു ബി ഫ്രാങ്ക് ആസ് എ സിൻസിയർ ആളെന്ന നിലയിൽ ഞാൻ പറയാം ശരിക്കും ഇപ്പം എനിക്കും തോന്നുന്നു സാറിന് അവിടെ നിന്നാൽ മതിയായിരുന്നു. കാരണം നാട്ടിൽ വന്നപ്പോൾ സാറിന് ഒരുപാട് എന്നാ പറയാ പ്രശ്നങ്ങൾ വിവാദങ്ങളിലൊക്കെ സാറ് പെടേണ്ടി വന്നു. അതെ 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 ശരിയാണത്. ശരിക്കും ഞങ്ങളും അതിനെ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു കേസ് സാറിന്റെ തലയിലേക്ക് വന്നിട്ട് you have gone through a lot of sufferings. Yeah, that is true. That is you know I went through a big mill, loss of career, loss of finance, loss of health, loss of everything. But finally we could prove that of course we proved that. Yes, അതിനെ കുറിച്ച് നമ്മൾ അതേപോലെ ഓസ്ട്രേലിയയിൽ എങ്ങാണ്ട് ഒരു ഇന്ത്യനെ അറസ്റ്റ് ചെയ്തില്ലേ ഇതേപോലെ തന്നെ വിത്തൗട്ട് ഒരു തെറ്റും ചെയ്യാതെ. correct ഒരു മഹമ്മൂദ്. Actually he was a doctor. He is from Bangalore. I am happy that you have read that. അവന് 12 ദിവസമാണ് he was detained. Some wrong information. But finally they found out it is wrong. He is innocent. So you have to compensate. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം. അത്രയില്ല സാർ പറയണം. സാർ പറഞ്ഞാലല്ലേ. Actually he was compensated of undisclosed amount. എത്രയാണ് എന്ന് പറഞ്ഞില്ല. But it could be crores. And most important thing, the Australian government asked apology to the doctor. See, that is their greatness. See, we talk about democracy, we talk about transparency, we talk about honesty. Where are we? You please look at this problem. I mean, I didn't want to refer the problem. പക്ഷേ എന്നാലും ഈ so-called spy case വന്നു. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു മിനിമം, നമുക്ക് അത് പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പറയുകയാണ് ഇത് ഒരു കള്ളക്കേസാണെന്ന്. അതായത് ഇറ്റ് ഇസ് നോട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, കള്ളക്കേസാണെന്ന് പറയാം. അതിന് കള്ളക്കേസ് ആരോ ഉണ്ടാക്കിയതല്ലേ കള്ളക്കേസാണ്. അപ്പോൾ ഗവൺമെൻറ് എന്തിനാ ഇങ്ങനെ വിചാരിക്കുന്നു? ഗവൺമെൻറ് തെറ്റേ ചെയ്യില്ല എന്നാണോ? ഗവൺമെൻറ് ഇന്നലെ ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിന് വിത്തിൻ 24 hours ഇറ്റ് വാസ് വിത്ഡ്രോൺ. അപ്പോൾ തെറ്റെന്നുള്ള ധാരണ ഒരു ആസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരു ഇന്ത്യൻ നാഷണലോട് ചെയ്ത കുറ്റത്തിന് മാപ്പ് ചോദിക്കാമെങ്കിൽ നമുക്ക്, ഞാൻ പറയണ്ട, ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അബദ്ധം പറ്റാമല്ലോ. ആ മനസ്സിവിടെ ഇല്ല എന്നുള്ളതാണ്. മനസ്സില്ല. അത് ഒരു ഈഗോയിസം എന്ന് പറയാം, അല്ലെങ്കിൽ I don't know the birds. അപ്പം സാർ ഇപ്പൊ ഒരു ബുക്ക് എഴുതുന്നില്ല അതിന് വേണ്ടിയിട്ട്? അതെ അതെ. അപ്പൊ അതിനകത്ത് നമുക്ക് ആ ബുക്ക് എഴുതുന്നുണ്ട്. We hope to release it by January, something like that. Both in English and in Malayalam. എന്നാ പറയാ, നമ്മുടെ ഗവൺമെന്റിനോട് ഒരു ഇച്ചിരി പരാതി പറയാനുണ്ട്. എന്നെ പരാതിയൊന്നും ആവത്തില്ല, പക്ഷെ എന്നാലും കേട്ടപ്പോൾ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്.